അനിരുദ്ധ മുതലാളി ഒന്നുകൂടെ ആലോചിക്കണം. സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മുതലാളിയെ നേരിട്ട് കാണാൻ അവർക്ക് മടിയാണെന്ന്. ഉഗ്രൻ റേഞ്ചല്ലേ കിട്ടിയിരിക്കുന്നത്. മുതലാളി കൂടെ നിന്ന് ചേച്ചി രക്ഷപ്പെടും. എനിക്കറിയാം ഇത് രാമകൃഷ്ണന്റെ ബുദ്ധിയാണെന്ന്. എൻ്റെ ഭാര്യ സരോജത്തിനെ എനിക്കറിയാവുന്നതുപോലെ രാമകൃഷ്ണൻ അറിയാമോ? അവളുടെ നാവിൽ നിന്ന് ഇങ്ങനെയൊരു നല്ല വാക്ക് വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചേച്ചിക്ക് മുതലാളിയോടുള്ള ദേഷ്യം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. വൈരാഗ്യം തുടരുന്നത് മരുമകളോടാ. ഇവിടെ ചായ മാത്രമേ ഉള്ളൂ, കള്ളും ചാരായൊന്നും ഇല്ല. അല്ല, ഞാൻ മുതലാളിയോട് പറയായിരുന്നു സരോജൻ ചേച്ചിയോടുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നിക്കണമെന്ന്. അകന്നു കഴിഞ്ഞാൽ മനഃശാന്തി കിട്ടും. ഇനിയിപ്പോ അച്ഛനും മനസ്സമാധാനമല്ലേ പ്രധാനം. പക്ഷെ അമ്മയും മോനും തമ്മിലുള്ള ശത്രുത നിലനിൽക്കുമ്പോ സരോജൻ ചേച്ചിക്ക് ഒറ്റയ്ക്ക് അബ്കാരി ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുമോ? അമ്മയും മോനും തമ്മിൽ പിണങ്ങിയെന്നോ? പിണങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പൊ ബദ്ധ ശത്രുക്കളാണ്. അയ്യോ, അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സരോജൻ ചേച്ചി എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. ഇപ്പൊ ചേച്ചി പുതുതായി വാങ്ങിയ ആ വലിയ വീട്ടിൽ 2 ശത്രുക്കൾ ഒരുമിച്ച് താമസിക്കുന്നു. പ്രസാദ് ഫിനാൻസ് എന്ന പേരിൽ അദ്ദേഹം സ്വന്തം ഉടമസ്ഥതയിൽ പുതിയ ബ്ലേഡ് കമ്പനി തുടങ്ങിയതാണ് വഴക്കിന് കാരണം. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ആ കമ്പനിക്ക് 2 ബ്രാഞ്ചായി. 1ഉം 2ഉം പറഞ്ഞ് അമ്മയും മോനും തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് തൽക്കാലം ഈ ജോലി മതി, എൻ്റെ കൊച്ചുമോളെ ലാളിക്കുന്ന ജോലി. ഇനി ഞാൻ കള്ളു വിൽക്കാൻ പോകുന്നതിൽ പ്രഭയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോ ഞാൻ പോകുന്നു. ശരി. വല്ലപ്പോഴെങ്കിലും ജയൻ എന്നോട് ഞാൻ ആരാണെന്ന് അറിഞ്ഞു സംസാരിക്കണം. നീ എന്റെ ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നതിന് പ്രത്യേക നിയമാവലി വല്ലതുണ്ടോ? കോമൺ സെൻസ് എന്നൊരു നിയമമുണ്ട്. കോമൺ സെൻസ് എന്നാൽ സാമാന്യമായ വിവരം എന്നാണ് അർത്ഥം. സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെയാണോ തെരുവിൽ നിന്ന് ഞാൻ ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നത്? ഉയർന്നു ഉയർന്നു ഉയർന്നു. നിങ്ങൾ ഒട്ടും ഉയർന്നിട്ടില്ല ജയൻ. തെരുവിൽ നിന്ന് നിങ്ങൾ താഴോട്ടാണ് പോയത്, മനുഷ്യൻ എന്ന നിലയിൽ. വിശാലാക്ഷി അമ്മാൾ എന്ന സ്ത്രീയെ നിങ്ങൾ കമ്പനിയുടെ സിഇഒ ആക്കിയാൽ നിങ്ങൾ ഉയരോ? അവരാരാണ്? സ്വർഗത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവതയോ? ഈസ്റ്റ് ആൻ ഓൾഡ് ഏഞ്ചൽ? നിങ്ങൾ അവരുമായി ചേർന്ന് കോയമ്പത്തൂർ കോട്ടൺ പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടിക്കൊണ്ടിരുന്ന എക്സ്പോർട്ട് ഓർഡേഴ്സ് ഒക്കെ തട്ടിയെടുത്തില്ലേ? ആ കമ്പനിയെ മുക്കിയില്ലേ? അതല്ലേ നിങ്ങളുടെ കൂട്ടുകെട്ടിന്റെ വിജയം? ജയ, എന്റെ മുമ്പിൽ വെച്ച് അമ്മ കേൾക്കെ മുള്ളുവാക്കുകൾ പറഞ്ഞ ആ കാരണത്തേനെ ഞാനൊന്ന് വെച്ചേരും. ഇതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് ജയൻ ഒട്ടും ഉയർന്നിട്ടില്ലെന്ന്. അമ്മ ക്ഷമിക്കണം. ഇവളിങ്ങനെ അമ്മയെ തുടർച്ചയായി അവമാനിക്കുകയാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? അമ്മയ്ക്ക് താമസിക്കാനായി ഞാൻ മറ്റൊരു വീട് കണ്ടുപിടിക്കും. അങ്ങനെ ചെയ്തതുകൊണ്ട് ജയൻ മാനസികമായി ഉയരുമോ? നമ്മുടെ ഓഫീസ് ജീവനക്കാരും ഫാക്ടറിയിലെ തൊഴിലാളികളും പറയുന്നത് സത്യമാണെന്ന് ഇനി എനിക്ക് സമ്മതിക്കേണ്ടി വരും. എന്താണത്? ഇവൾക്ക് മനോരോഗമാണെന്ന്. ഇതുവരെ ഞാനത് സമ്മതിക്കാൻ മടിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഇവളുടെ പോക്ക് കാണുമ്പോ അതെ, എനിക്ക് ഭ്രാന്താണ്. Take me to a mental hospital. Take me and leave me there. മോളെ, അമ്മ പറയുന്നത് കേക്ക്. നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീർക്കാം. നിങ്ങൾ ആരാണ് ഈ വീട്ടിൽ എല്ലാം സംസാരിച്ച് സമാധാനം സ്ഥാപിക്കാൻ? എന്റെ അമ്മയാണോ? ജയന്റെ അമ്മയാണോ? അമ്മയെന്ന് വിളിച്ചാൽ അമ്മയാവോ? അമ്മ അവൻ പ്രസവിക്കണം. ഞാൻ അമ്മയല്ല, കാരണം ഞാൻ പ്രസവിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു ചിമ്മയി, അമ്മയാവാൻ പ്രസവിക്കണമെന്നില്ല. പാവക്കുട്ടിയെ വെച്ച് കളിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ ശ്രദ്ധിക്കൂ.
മാതൃത്വത്തിൻ്റെ ഒരു തുള്ളി വെളിച്ചം അവളുടെ പുഞ്ചിരിയിൽ കാണാൻ കഴിയും. എനിക്ക് ചിമ്മയുടെ അമ്മയാവാൻ സാധിക്കും. പക്ഷേ അതിന് ചിമ്മയി തയ്യാറെടുക്കണം. അമ്മയിരുന്ന് ആഹാരം കഴിക്കൂ. ശരിയായ ഉത്തരം പറഞ്ഞ് തർക്കുത്തരം മാത്രം പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നവരെ തോൽപ്പിക്കാനാവില്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും പറയേണ്ട പ്രധാന കാര്യം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തമ്മിൽ കലഹിക്കരുത്. അന്നം ബ്രഹ്മമാണെന്ന് വേദങ്ങൾ പറയുന്നു. അതായത് ഭക്ഷണം ഈശ്വരൻ തന്നെയാണ്. ചിമ്മയി ജയനോട് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? വിശാലാക്ഷി എന്ന് പറഞ്ഞ എന്നെ ജയന്റെ കമ്പനിയുടെ CEO ആക്കിയതുകൊണ്ട് മാത്രം ജയൻ എന്ന മനുഷ്യൻ ഉയരുമോ? തീർച്ചയായും ഞാനൊരു ഏഞ്ചലല്ല മോളെ. അതിനുള്ള മഹത്വവും എനിക്കില്ല. പിന്നെ കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടിക്കൊണ്ടിരുന്ന എക്സ്പോർട്ട് ഓർഡേഴ്സൊക്കെ ഞാൻ വന്നതിന് ശേഷം ട്രൂ ടു ലൈഫിന് കിട്ടി. ആ പറഞ്ഞത് സത്യമല്ലേ? 4 വലിയ കമ്പനികൾ അവരുടെ ഓർഡേഴ്സ് പിൻവലിക്കുമ്പോൾ കോയമ്പത്തൂർ കോട്ടന് കോട്ടം തട്ടും. തീർച്ച. ആ കമ്പനി തകരുന്നതിൽ ഞാൻ ക്രൂരമായ ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അമ്മയായ എന്നിൽ പോലും ഈഗോയുടെ ഒരു അംശം ഉണ്ടെന്നർത്ഥം. അമ്മ ആഹാരം കഴിക്കൂ. ഇന്ന് ഞാൻ വളരെ വൈകിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒട്ടും വിശക്കുന്നില്ല. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട. ഞാനിന്ന് ആഹാരം കഴിക്കുന്നില്ല. വേണ്ട, ആഹാരം കഴിക്കാതെ ഇന്ന് നമുക്ക് ഉപവസിക്കാം. ഒരമ്മയാകാൻ കഴിയാത്തതാണ് ചിമ്മയുടെ ദുഃഖം. 4 പ്രാവശ്യം അവൾ ഗർഭിണിയായി, 4 പ്രാവശ്യം അബോർഷനായി. അതെന്റെ കുറ്റമാണോ? ഇവിടെയാണ് ജയൻ തെറ്റ് ചെയ്യുന്നത്. അത് എന്റെ കുറ്റമാണോ എന്ന ചോദ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഉത്തരമുണ്ട്. കുറ്റം ചിമ്മയുടെ ആണെന്ന്. ജയന് വേണ്ടത് കോടികളുടെ കോൺട്രാക്റ്റാണ്. ചിമ്മയ്ക്ക് വേണ്ടത് ഒരു കുഞ്ഞും. ഞാനൊരു സ്ത്രീയാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ മനസ്സ് എനിക്ക് വായിക്കാൻ കഴിയും. അവൾക്ക് വേണ്ടത് വലിയ വീടും രത്നങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും അല്ല, നിന്റെ സ്നേഹവും ലാളനയുമാണ്. അത് നീ അവൾക്ക് കൊടുത്തേ മതിയാവൂ. അമ്മയും മോളും ഡൈനിങ് റൂമിൽ നിന്ന് പോണം. ഇറക്കി വിടുന്നില്ല എന്ന് കരുതി ബന്ധം ഉറപ്പിക്കണ്ട. ഇനി എന്ത് ഉറപ്പിക്കാൻ? നിന്റെ ജനനം കൊണ്ട് തന്നെ ഉറച്ചുപോയ ബന്ധമാണിത്. വിശാലാക്ഷി നിന്നെ വളർത്തി, ശരി തന്നെ. പക്ഷേ നിനക്ക് എന്റെ ശരീരവുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം ആർക്കും കൈയടക്കാനാവില്ല. ആ ഹേമേ, എനിക്ക് നിന്നോട് മാത്രമായിട്ടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. മമ്മി ഇങ്ങനെ തർക്കിച്ച് നിൽക്കാതെ മുറിയിൽ നിന്ന് ഇറങ്ങണം. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കട്ടെ. നീ ഇന്ന് നിന്റെ വീട്ടിൽ പോയി രാകേഷിനെ കാണണം. ഞാൻ ഇനി ആ വീടിന്റെ പടി ചവിട്ടുന്ന പ്രശ്നമില്ല. അന്ന് അണ്ണന്റെ കമ്പനിയുടെ ഉദ്ഘാടനം നടന്ന ദിവസം അണ്ണന്റെ കൂട്ടുകാര് ബാലുവിന്റെ മുഖത്ത് ഇടിച്ചില്ലേ? അത് ചോദിക്കാൻ ഞാൻ വീട്ടിൽ പോയി. ഇനി അണ്ണന്റെ നിഴൽ പോലും എന്റെ വഴിയിൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ മടങ്ങിയത്. പക്ഷെ ഒരിക്കൽ കൂടി നീ പോയേ മതിയാകൂ. രാകേഷ് എൻ്റെ കമ്പനിയുടെ MD സ്ഥാനം രാജിവെച്ചു. പക്ഷെ 25% ഷെയർ ഞാൻ അവന് കൊടുത്തത് അവൻ ഇതുവരെ കൈമാറ്റം ചെയ്തിട്ടില്ല. നീ അവനെ കണ്ട് ഷെയർ ട്രാൻസ്ഫറിനുള്ള ഫോം 7B ഒപ്പിട്ട് വാങ്ങണം. അതായത് ഷെയറുകൾ എൻ്റെ പേരിലേക്ക് മാറ്റണം. രാജിവെച്ച ദിവസം തന്നെ ബാലു എന്തുകൊണ്ട് ഫോം 7B ഒപ്പിട്ട് വാങ്ങിയില്ല? അതും കൂടെ എന്റെ തലയിൽ ഇരിക്കട്ടെ എന്നല്ലേ? ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അണ്ണ സൗകര്യമില്ലെന്ന് പറഞ്ഞാലോ? ശേഷമുള്ള ജീവിതം നിനക്ക് നിന്റെ അണ്ണന്റെ കൂടെ നീ ജനിച്ചു വളർന്ന വീട്ടിൽ ജീവിച്ചു തീർക്കേണ്ടി വരും. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ബാലു എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം എന്നോട് പറയാൻ നീ ആരാ? നീയാണോ ആ ഷെയർ എനിക്ക് വാങ്ങിത്തന്നത്? നീയാണോ കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സിന്റെ MD ആയിട്ട് എന്നെ നിയമിച്ചത്? അല്ല, പക്ഷെ സ്വന്തം അനിയത്തിയെ കരുവാക്കിയാണ് അണ്ണൻ ആ നേട്ടം ഉണ്ടാക്കിയത്. വാടകടി നന്ദി കേട്ടവളെ. ഒരു വിവാഹം പോലും കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് നിന്റെ ഭാവി നന്നാക്കാൻ വേണ്ടി മാത്രമാ. എന്നിട്ടിപ്പോ നീ എന്നെ ജീവിതത്തിന്റെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നു.
ഞാനിപ്പോ ബാലുവിന്റെ ഭാര്യയാണ്. വിവാഹത്തിന് മുമ്പ് അണ്ണനായിരുന്നു എനിക്കെല്ലാം. അതുകൊണ്ട് അണ്ണന്റെ സ്വഭാവത്തിന്റെ നന്മ തിന്മകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഭർത്താവാണ് വലുത്. അണ്ണന് 2ാം സ്ഥാനമേ ഉള്ളൂ. അണ്ണൻ വേഗം ഒരു കല്യാണം കഴിക്ക്, ഭാര്യയെ സ്നേഹിക്ക്. എനിക്ക് അണ്ണന്റെ മനസ്സിലും 2ാം സ്ഥാനം മതി. ഫോം 7B ഒപ്പിട്ട് തരാൻ നിവൃത്തിയില്ല. ആ കാര്യത്തിൽ നീ ഇടപെടുകയും വേണ്ട. ഞാൻ ബാലുവിനോട് നേരിട്ട് സംസാരിച്ചോളാം. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ചെകുത്താനും കടലിനും ഇടയിൽ എന്നതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. അണ്ണൻ എന്റെ കൂടെ ഇപ്പൊ തന്നെ വരണം. എന്തുകൊണ്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് അണ്ണൻ ബാലുവിനോട് എന്റെ മുമ്പിൽ വെച്ച് പറയണം. നീ എന്താ ധരിച്ചിരിക്കുന്നത്? നിന്റെ ഭർത്താവിന് എനിക്ക് ഭയമാണെന്നോ? ഞാൻ വരാം. എന്റെ അളിയനെ ഞാൻ നേരിൽ കണ്ടിട്ടും കുറെ ദിവസം ആയില്ലേ. അതാ അണ്ണൻ വന്നിരിക്കുന്നു. ഷെയർ കൈമാറ്റക്കാര്യം നേരിട്ട് സംസാരിക്കണമെന്ന് അണ്ണൻ പറയുന്നത്. അവന്റെ മുഖം കാണുന്നത് എനിക്ക് ചതുർത്ഥിയാ. അതുകൊണ്ട് ഫോം ഒപ്പിട്ട് വാങ്ങാൻ നിന്നെ അയച്ചത്. ആ തന്ത ഇല്ലാത്തവനെ ഇങ്ങോട്ട് കെട്ടിയിരുന്നല്ലിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ആഹാ, ദാ, എത്ര സുന്ദരമായ സ്വീകരണം. ഇതുപോലെയുള്ള മധുരപദങ്ങൾ കേട്ടിട്ട് നാളേറെയായി. ഇത് കേൾക്കാനുള്ള കൊതി കൊണ്ടാണല്ലോ ഞാൻ വന്നത്. എന്റെ കമ്പനിയിൽ നീ പാരുമല്ല. നീ സ്വന്തമായിട്ട് എക്സ്പോർട്ട് കമ്പനി തുടങ്ങുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഞാൻ നിനക്ക് സൗജന്യമായി തന്ന എന്റെ കമ്പനിയുടെ ഷെയറുകൾ തിരിച്ച് എന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് തരണം. അതൊരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല. ഐ എം സോറി ബാലു, ഞാൻ നിന്നെ പോലെ ലക്ഷപ്രഭു ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു തുകയ്ക്ക് ആ ഷെയറുകൾ ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു. ആ പണം കൂടി മുടക്കിയല്ലേ ഞാൻ പുതിയ കമ്പനി തുടങ്ങിയത്. എന്റെ കമ്പനിയുടെ ഷെയർ ഞാൻ അറിയാതെ നീ കൈമാറ്റം ചെയ്തെന്നോ? അതെ. ആരുടെ പേരിലാ ഷെയറുകൾ ഇപ്പോൾ ഉള്ളത്? പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഒരു മുസ്ലിം വ്യവസായിയാണ് ആളെന്നറിയാം. അദ്ദേഹം മലയാളിയാണ്. നീ പെരുങ്കളിയാ. അണ്ണനും തങ്കച്ചും ചേർന്ന് ഒത്തുകളിക്കുന്നല്ലേ? പൊയ്ക്കോ ഈ നന്ദിയുടെ കൂടെ നീയും. ഏതാനും മാസം നിന്നെയോട് പണയം വെച്ച് നിന്റെ അണ്ണൻ ലക്ഷങ്ങൾ നേടി. എനിക്ക് വേണ്ട നിന്നെ. എന്നെ പോലുള്ള മണ്ടന്മാർ ഇനിയുണ്ട് ധാരാളം നാട്ടില്. ചെല്ലേ, ആങ്ങളൊക്കെ കുറച്ചുകൂടെ സഹായം ചെയ്തു കൊടുക്ക. നീ വാടി എന്റെ കൂടെ. തന്തയും തള്ളയും ഇല്ലാത്ത അനാഥനവൻ. വളർത്തി വലുതാക്കിയ തള്ളയവൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തു. അതുകൊണ്ടാ യവനിങ്ങനെ സാഡിസ്റ്റ് ആയി പോയത്. എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ തല്ലണ്ട. അത്യാഗ്രഹിയായ അണ്ണനും സംശയാലുവായ ഭർത്താവും രണ്ടുപേരും എനിക്ക് വേണ്ട. പാവം ഹേമ, അവള് ദയ കാണിച്ചുകൊണ്ട് മാത്രം നമുക്കിവിടെ താമസിക്കാൻ സാധിച്ചത്. ബാലു അവളെ ഇറക്കി വിട്ടാൽ നമ്മുടെ കാര്യം അവതാളത്തിലാവും. ഡോണ്ട് ബി സില്ലി. ഡോണ്ട് ഇന്റർഫിയർ ഇൻ ദെയർ ഫാമിലി മാറ്റേഴ്സ്. ഹേമ പിണങ്ങി പോണെങ്കിൽ പോട്ടെ. അവള് പോയാൽ സാവധാനം ഈ വീട്ടിൽ നിനക്ക് പിടിമുറുക്കാം, അമ്മ എന്ന നിലയിൽ. അണ്ടർസ്റ്റാൻഡ്? ഞാൻ പോകുന്നു.